ഹലോ, എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാണ്. എന്തൊക്കെയാണെന്നറിയോ? ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, പാലക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരാല്ലേ. അപ്പം ഞാൻ അതിന് വേണ്ടി നെയ്യാണ് ഒഴിക്കാൻ പോകുന്നത്. നെയ്യ് ഒഴിക്കാൻ പോവാണേ. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ആ ജീരകമൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ അതിന് വേണ്ടി വെളുത്തുള്ളി, ഇഞ്ചി, 2 സവോള, പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിട്ട് മൂപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാതെ അപ്പോൾ അതവിടെ മൂക്കുമ്പോഴത്തേക്ക് 2 തക്കാളിയൊക്കെ എത്തി വിട്ടു കേട്ടോ. അപ്പം ഞാനത് അതിനകത്ത് പൊട്ടറ്റ ഇട്ടിട്ടുണ്ട്. പൊട്ടറ്റ ഇട്ട് നമുക്കത് വേവിച്ചെടുക്കാം. പൊട്ടറ്റ മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ പാലക്കിൻ്റെ ഇല അരി വെച്ചിട്ടുണ്ടാണ്. പാലക്കിൻ്റെ ഇല ഇതും കൂടെ ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം അടച്ച് വയ്ക്കാം. അതൊന്ന് വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ പാലക്കിൻ്റെ ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി അവിടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് തക്കാളി ഇട്ട് കൊടുക്കാം.
തക്കാളി ചെറുതായി കഴിക്കുന്നുണ്ട് അതാണ് ഇട്ടത്. ഗ്രീൻ പീസ് ഞാൻ പുഴുങ്ങി വെച്ചിരുന്നതാണ്, വേവിച്ച് വെച്ചിരുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കണം. അതെല്ലാം കൂടെ ഒന്ന് സ്ലോയിലിരുന്ന് വേവട്ടെ. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അത് സ്ലോയിലിരുന്ന് വേവട്ടെ. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലക്ക്, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്. അപ്പം നമുക്കിതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അവിടെ സംഭവം പുളിയാണ് കേട്ടോ, അടിപൊളി. നമ്മൾ കുറെ മല്ലിയില തണുത്തിട്ടാണ് ഇടേണ്ടത്. ഇപ്പം ലാസ്റ്റ് ഞാൻ തണുത്ത് കഴിഞ്ഞും കുറച്ച് വിടും. അപ്പോൾ നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം. അത് വേഗം തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സംഭവം പൊളിയാണ്. ഗ്രീൻ പീസ്, പൊട്ടറ്റോ, പാലക്ക്, തക്കാളി, ഉള്ളി എല്ലാം ഉണ്ട്. നോക്കാം, കഴിച്ച് നോക്കാവേ. പൊളിയാ, അടിപൊളി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നമുക്ക് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ബൈ. ഹലോ, ഈസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാണ്. എന്തൊക്കെയാണെന്നറിയോ? ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, പാലക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാമല്ലേ. അപ്പം ഞാൻ അതിന് വേണ്ടി നെയ്യാണ് ഒഴിക്കാൻ പോകുന്നത്. നെയ്യ് കാണാമോ? നെയ്യ് ഒഴിക്കാൻ പോവാണേ. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ആ ജീരകമൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ അതിന് വേണ്ടി വെളുത്തുള്ളി, ഇഞ്ചി, 2 സവോള, പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിട്ട് മൂപ്പിച്ചെടുക്കാം.
കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. അപ്പോൾ അതവിടെ മൂക്കുമ്പോഴത്തേക്ക് 2 തക്കാളിയൊക്കെ എത്തി വെച്ചു കേട്ടോ. അപ്പം ഞാനത് അതിനകത്ത് പൊട്ടറ്റ ഇട്ടിട്ടുണ്ട്. പൊട്ടറ്റ ഇട്ട് നമുക്കത് വേവിച്ചെടുക്കാം. പൊട്ടറ്റ മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ പാലക്കിൻ്റെ ഇല അരി വെച്ചിട്ടുണ്ടായിരുന്നു. പാലക്കിൻ്റെ ഇല ഇതും കൂടെ ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. അതൊന്ന് വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ പാലക്കും പിന്നെ ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതാണ് ഇട്ട് കൊടുക്കുക. ഗ്രീൻ പീസ് ഞാൻ പുഴുങ്ങി വെച്ചിരുന്നതാണ്, വേവിച്ച് വെച്ചിരുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കണം. അതെല്ലാം കൂടെ ഒന്ന് സ്ലോയിലിരുന്ന് വേവട്ടെ. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അത് സ്ലോയിലിരുന്ന് വേവട്ടെ. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലക്ക്, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്. അപ്പം നമുക്കിതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അവിടെ
സംഭവം പുളിയാണ് കേട്ടോ, അടിപൊളി. നമ്മൾ കുറേ മല്ലിയില തണുത്തിട്ടാണ് ഇടേണ്ട. ഇപ്പം ലാസ്റ്റ് ഞാൻ തണുത്ത് വരും കുറച്ച് വിടും. അപ്പോൾ നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം. അത് ഞാൻ തണുത്ത് കഴിഞ്ഞു പിന്നെ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സംഭവം പൊളിയാണ്. ഗ്രീൻ പീസ്, പൊട്ടറ്റോ, പാലക്ക, തക്കാളി, ഉള്ളി എല്ലാം ഉണ്ട്. നോക്കാം, കഴിച്ച് നോക്കാവേ. പൊളിയാണ്, അടിപൊളി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നമുക്ക് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എത്തുന്നത് വരെ ബൈ ബൈ.